ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഇട്ടിരുന്ന റീൽസ് ഉണ്ട്. മറ്റൊന്നുമല്ല, മൗറീഷ്യസിനെ പറ്റിയിട്ട്. ആർക്കും പൊതുവെ കേട്ടുകേൾവില്ലാത്തൊരു രാജ്യമാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത്. റീസെന്റ് ഇപ്പം നിലവിൽ ഞാൻ മൗറീഷ്യസിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് ഞാൻ മൗറീഷ്യസിലെ കുറേ കാര്യങ്ങൾ, നമ്മുടെ പേപ്പറും കാര്യങ്ങളും സ്റ്റഡീസിൻ്റെ വർക്കിൻ്റെ വിസകളുടെ കാര്യങ്ങൾ വന്നതാണ്. സോ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു കുട്ടീനെ പരിചയപ്പെട്ടത്. പുള്ളിക്കാരത്തി ഓൾറെഡി മൗറീഷ്യസിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിയാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കുട്ടികളും മൗറീഷ്യസിൽ പഠിക്കാൻ വന്നിട്ട് ആരും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും തന്നെ 15 ഡ്രോപ്പ് ചെയ്ത് അതുപോലെ പാർട്ട് ടൈം വർക്കായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വീക്കിലി 1 ഡേ എങ്കിലും ക്ലാസ്സിൽ വരാൻ പറ്റുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഈ കുട്ടി. മൗറീഷ്യസിനെ പറ്റിയിട്ട് എന്നേക്കാളും കൂടുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് പുള്ളിക്കാരിക്ക് ഓൾറെഡി ഉണ്ട്. പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് തരും. ഹായ്, എൻ്റെ പേര് കാദംബരി എന്നാണ്. ഞാൻ മൊറീഷ്യസിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഞാനിപ്പോൾ നിലവിൽ ഇവിടെ ഒരു 2 ഇയേഴ്സ് ആകുന്നു. ഞാൻ AIBH ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ മൊറീഷ്യസ് എന്ന് ബേസിക്കലി പറയുന്നത് ഒരു ഇന്ത്യൻ ഓഷ്യനിൽ വളരെ ഒരു സ്പോട്ട്, മാപ്പിലൊരു സ്പോട്ട് കാണുന്ന ഒരു ഐലൻഡ് കൺട്രിയാണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായ ആൾക്കാരാണ്. ഇപ്പം ചൈനയിൽ നിന്ന് കാണും, യൂറോപ്യൻ കൺട്രീസ്, ഫ്രാൻസ്, ജർമ്മൻ ആൾക്കാർ കുറവാണ്. പക്ഷേ ഫ്രാൻസ്, ചൈനീസ്, പിന്നെ ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യൻ ലീനേജ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് സെറ്റിലായിരിക്കുന്നത്. ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രിയിൽ പാർട്ട് ടൈം, അതായത് നാട് വിട്ട് പോകുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ മെയിൻ കൺസേൺ ആണ് പോയി നിൽക്കുന്ന ടൈമിൽ തന്നെ ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ നാട് വിട്ട് എല്ലാ കൺട്രി, ഇനി യൂറോപ്യൻ കൺട്രി ആണെന്നുണ്ടെങ്കിലും പോകുന്ന എല്ലാവർക്കും സ്റ്റുഡൻസായിട്ട് മൗറീഷ്യസിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഏകദേശം ഒരു 20 വയസ്സ് മുതൽ, അതായത് 18 വയസ്സ് മുതൽ 40-45 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും മൗറീഷ്യസിലെ പല കോളേജുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. ഇവിടെ വരുന്ന എല്ലാവരും, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് പാർട്ട് ടൈമിൻ്റെ കാര്യത്തിൽ. മെയിനായിട്ട് പാർട്ട് ടൈം എന്ന് പറയുന്നത് ഇവിടെ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്നുമല്ല, മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രിയിൽ നിങ്ങൾക്ക് പാർട്ട് ടൈമിന് ടൈം ക്രൈറ്റീരിയ ഇല്ല. ഇവിടെ 24/7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോവാതെ, ഇവിടെ അഡ്മിഷൻ എടുത്ത് സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ക്ലാസ്സിൽ പോവാതെ 24 മണിക്കൂറും പാർട്ട് ടൈമിന് പോകണം എന്നല്ല അർത്ഥം. ഡെഫിനറ്റ്ലി വീക്കിലി എത്ര ടൈമെങ്കിലും പോകണം? ഒരു 1 or 2 days, ഓക്കെ, മാക്സിമം ഒരു 1 or 2 days. 2 ദിവസം അറ്റ്ലീസ്റ്റ്. ആകെ ഒരു 3 hour 4 hour മാത്രമേ ക്ലാസ് ഉള്ളൂ. ഈ ഒരു ടൈമെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ പോവാതെ പാർട്ട് ടൈമിന് വേണ്ടി മാത്രം നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഗ്രാജുവേഷൻ നടന്നതുപോലെ. അല്ലെങ്കിൽ ഇന്ത്യൻസിന് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന്, എസ്പെഷ്യലി കേരളം ഒഴിച്ചുള്ള നോർത്ത് സൈഡിൽ നിന്ന് വരെ എല്ലാവരും നിലവിൽ പാർട്ട് ടൈം മാത്രം ചെയ്താണ് സർവൈവ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോളേജുകൾക്ക് വരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പുള്ളിക്കാർ സംസാരിച്ചൊരു കാര്യമാണ്, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനാണെന്നാണെങ്കിലും മെയിനായിട്ട് സ്റ്റഡിയുടെ കൂടെ നിങ്ങൾ പാർട്ട് ടൈം ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് പാർട്ട് ടൈമിൻ്റെ കൂടെ ദയവ് സ്റ്റഡി ഫോക്കസ് ചെയ്ത്. കാരണം പുള്ളിക്കാരത്തിയുടെ ഒപ്പം തന്നെ ഏകദേശം നിങ്ങൾ 45-50 പേരുടെ അടുത്ത് ക്ലാസ്സിലുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഗ്രാജുവേഷൻ ടൈമിൽ? ഗ്രാജുവേഷൻ ഒരു 6 ഉണ്ടോ? ഏകദേശം 6 പേരാണ് ഇതിൽ ഗ്രാജുവേഷൻ ആയത്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന, ഞാൻ ഓൾറെഡി സംസാരിച്ചൊരു കാര്യമാണ്, പഠിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള പേരിൽ വന്ന് വർക്ക് മാത്രം കണ്ടിന്യൂ ചെയ്ത് പഠിത്തവും ഇല്ല വർക്കും ഇല്ല അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നത്, ലൈഫ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങൾ ഗ്രാജുവേഷൻ ആവാണ്ടിരിക്കുക എന്നുള്ളത്. ഈ മൗറീഷ്യസിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ പാർട്ട് ടൈമിൻ്റെ കാര്യം പറഞ്ഞു, ഏണിങ്സിൻ്റെ കാര്യം പറഞ്ഞു. സോ ഇവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. മറ്റ് യൂറോപ്യൻ കൺട്രികൾ, നമ്മളിപ്പോൾ കുറച്ച് അധികം യൂറോപ്യൻ കൺട്രികളിൽ നമ്മളിപ്പോൾ സ്റ്റഡി വിസയും വർക്ക് വിസയും ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ എക്സ്പെൻസ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതേ സമയത്ത് ഈ ഒരു കൺട്രിയിൽ എക്സ്പെൻസ് ആണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് സാധാരണ, അതായത് ഓൾറെഡി പുള്ളിക്കാർ സംസാരിച്ചൊരു കാര്യമുണ്ട്, യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് എന്തുകൊണ്ട് ആളുകൾ വന്ന് സെറ്റിലായി എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആളുകൾ എന്തിന് സെറ്റിലാവുന്നു എന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് 2 BHK ഫ്ലാറ്റ് എടുത്ത് ഒരു ഫാമിലിക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കണക്കിന് നമ്മുടെ നാട്ടിലെ കണക്കിന് എത്ര രൂപ ഒരു മന്ത്ലി ചിലവുണ്ടാവും? ഒരു 2 BHK ഫ്ലാറ്റ് സ്വന്തമായിട്ട് എടുത്ത് നിൽക്കുവാണെങ്കിൽ ഒരു 15,000 to 18,000 ഒരു ഫ്ലാറ്റിന് വേണ്ടി. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് ഒരു ഫ്ലാറ്റ് എടുക്കുവാണെങ്കിൽ അത്രയും കോസ്റ്റ് വരും. അതേ സമയത്ത് ഒരു ഇൻഡിവിജ്വൽ, അതായത് നാട്ടിൽ നമ്മൾ സ്റ്റഡി വിസയുടെ കാര്യം പറഞ്ഞപ്പോൾ കപ്പിൾസിനും നമുക്ക് ഒരേപോലെ വരാൻ പറ്റും. അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല, 2 പേർക്കും കോഴ്സ് സെയിം എടുത്ത് വരാൻ പറ്റും. പിന്നെ UG PG പ്രോഗ്രാംസിന് ഡിപ്പെൻഡ് അലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ വർഷത്തിലൊരിക്കലുള്ളൂ. ഇനി നെക്സ്റ്റ് സെപ്റ്റംബർ മാത്രമാണ് അങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡിപ്ലോമ പ്രോഗ്രാമിന് വരുന്ന ആളുകളാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാം. ഏകദേശം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു 4 BHK ഫ്ലാറ്റാണ്. ഇവിടെ ഒരു റൂമിന് നമുക്ക് 2 പേർക്ക് ഷെയറിങ് നിൽക്കാം. 2 പേർക്ക് ഷെയറിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ പൈസയിൽ ഏകദേശം ഒരു 5,000 രൂപ, 4,000-5,000 രൂപയാണ് ആവുന്നത്. അത്യാവശ്യം പോഷായിട്ടുള്ള ഫുൾ ഫർണിച്ചർ ഫ്ലാറ്റിന് ഇവിടുത്തെ പൈസ 5,000, നാട്ടിൽ ഏകദേശം 8,000 രൂപ ആ ഒരു എമൗണ്ടാണ് ഉള്ളത്. 8,000 രൂപയാണ് 2 പേർ കൂടി താമസിക്കാൻ ഒരു റൂമിനാവുന്നത്, വിത്ത് ഇൻക്ലൂഡിങ് നിങ്ങളുടെ
എന്താ പറയുക യൂട്ടിലിറ്റി ബില്ല്, അതുപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റീസ്, എ സി വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എല്ലാം ഇൻക്ലൂഡ് അല്ല, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ അത്രയും ലിവിങ് കോസ്റ്റ് കുറവാണ് ഇവിടെ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അരിയുടെ കാര്യം പറയാം. മെയിനായിട്ട് നമ്മൾ ഇന്ത്യൻസ് ആകുമ്പോൾ അരിയാണ് കഴിക്കുന്നത്. ഒരു 20 കിലോ അരിക്ക് ഇവിടുത്തെ റേറ്റിൽ ഏകദേശം 600 രൂപ 500 രൂപ, ഒരു 600 റുപ്പീസ് നോർമൽ റൈസ്. നാട്ടിൽ 1200 രൂപയാണ് ഒരു മാസത്തേക്കുള്ള അരി വാങ്ങാനുള്ള ചെലവെന്ന് പറയുന്നത്. അത് 2 പേർക്കൊക്കെ ഒരു മാസത്തേക്ക് 600 രൂപയ്ക്ക് നോക്കിയല്ലേ, 20 കിലോ ഒക്കെ അല്ലേ. അത് അധികം കഴിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലാകാം. നോർമലായിട്ട് കഴിക്കുന്ന 2 പേർക്കാണെങ്കിൽ ഒരു 1 month പ്ലസ് നിൽക്കുക അത്രയും ക്വാണ്ടിറ്റിയിലെ റൈസ് നിൽക്കും. നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ് പാർട്ട് ടൈമിന്റെ കേസിൽ. ഈ പാർട്ട് ടൈമിന്റെ കേസിൽ ഈ ഫുഡുമായിട്ട് നല്ല ബന്ധമുണ്ട്. മറ്റൊന്നുമല്ല, നിലവിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സ്റ്റഡീസ് നിൽക്കുന്ന വർക്കിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഫുഡ് ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റ്സിലോ ഹോട്ടലിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഒരു കോസ്റ്റ് ലാഭിച്ച് കഴിഞ്ഞാൽ, മീൻസ് ഫുഡ് ഉണ്ടാക്കാനുള്ള 3 times ആണ്, 3 times ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ചിലവുകൾ കാര്യങ്ങൾ ഒന്നും വേറെ എക്സ്ട്രാ വരാനില്ല. അതിന് പുറമെ ഇവിടെ വേറൊരു രസം കൂടെ ഉണ്ട്. ഇവിടെ പാർട്ട് ടൈം ചെയ്യുന്ന ആൾക്ക് രാത്രി 10 മണിയുടെ കേസ് ഞാൻ പറഞ്ഞു. ഇവിടെ രാത്രി 10 മണി കഴിഞ്ഞാൽ 8 മണി 9 മണി ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഷോപ്സ് എല്ലാം ക്ലോസ് ആണ്. അതിനുശേഷം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കിംഗ് പ്ലേസിൽ ആ കമ്പനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ആക്കും. അങ്ങനെ സിസ്റ്റം കൂടി ഇല്ല ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഇപ്പം ഡിലേ ആവുകയാണെങ്കിലും ചിലർക്ക് മോർണിംഗ് പിക്കപ്പും കിട്ടും, പക്ഷെ രാത്രി കമ്പൽസറി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന കോസ്റ്റും അതും അവിടെ ലാഭിക്കാം. ഈ ഒരു കൺട്രിയിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായ ആർക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ മൗറീഷ്യസിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി ഈ 3 കാറ്റഗറിയിലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ലെവൽ 3, ലെവൽ 4, ലെവൽ 5 ഈ 3 കാറ്റഗറിയിലാണ് നമുക്ക് കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നത്. പുള്ളിക്കാരത്തി ഓൾറെഡി ഡിഗ്രി ഹോൾഡറാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിലവിൽ മൗറീഷ്യസിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ 10ാം ക്ലാസ് ബേസ് ഉള്ള ആളുകൾക്കും ഇവിടെ വന്ന് CTHന്റെ അണ്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. CTH എന്ന് പറയുമ്പോൾ പലരും ഡൗട്ടാണ് എന്താണ് CTH എന്നുള്ളത്. CTHനെ കുറിച്ച് ഒന്ന് പറയാമോ? അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ബേസിക്കലി ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് പറഞ്ഞു ഇതൊരു പാത്വേ ആണ്, നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ഒരു കൺട്രി നമുക്ക് പോകാൻ വളരെ ഈസിയാണ്. നമ്മളിവിടുന്ന് ആ ഒരു CTH ആ ഒരു ലണ്ടൻ ബേസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വാല്യൂ നമുക്ക് മുന്നോട്ട് ഇനി ഒരു ഫ്യൂച്ചർ കുറച്ചുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ CTHന്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമുക്ക് 10th ബേസ് ചെയ്ത് ആർക്ക് പഠിച്ചാലും യൂസ്ഫുൾ ആണോ? 10ാം ക്ലാസ്സുകാരനും വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ തന്നെ ഗ്രാജുവേഷന് ഇവരുടെ തന്നെ CTHന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സാറിന്റെ പേരെങ്ങനെ വരുന്നത്? സ്റ്റീവ് ബെക്വേർഡ് സാറിനെ മീറ്റ് ചെയ്ത് സംസാരിച്ച ടൈമിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നാട്ടിൽ നിങ്ങൾ ജസ്റ്റ് 10ാം ക്ലാസ് എലിജിബിൾ പാസ്സായ ഒരാൾക്ക് CTHന്റെ അണ്ടറിലുള്ള നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പവർ എന്ന് പറയുന്നത് അത് കുറേ യൂണിവേഴ്സിറ്റീസ് കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെയാണ്, എല്ലാം ഞാൻ പേര് പറയുന്നില്ല. ഇവിടേക്ക് നമ്മളൊരു പ്രോഗ്രാം CTHന്റെ അണ്ടറിൽ ഒരു 6 months കോഴ്സിൻ്റെ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മൗറീഷ്യസ് ഗവൺമെൻറ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ, നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് അല്ലേ കാര്യങ്ങൾ വരുന്നത്, എക്സാംസും കാര്യങ്ങളും റിട്ടേൺ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് അല്ലേ? ലിമിറ്റഡ് ആണ്. നമുക്കൊരു 4 എക്സാംസ് വരും, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 4 അസൈൻമെന്റ്സ് വരും. അപ്പം ഇത് രണ്ടും കൂടെ ജോയിൻ ആയിരിക്കും നമുക്ക് ടോട്ടൽ ഒരു ഓവറോൾ അസസ്മെന്റ് മാർക്ക് കിട്ടുന്നത്. ഇത് പാസ്സാവാൻ എളുപ്പമാണ്? 10ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് പാസ്സാവാൻ എളുപ്പമാണോ? പാസ്സാകാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് പഠിക്കുന്നതിലൊന്ന് ശ്രദ്ധിച്ചാൽ പാസ്സാകാനുള്ളതേ ഉള്ളൂ. മീൻസ് ഞാൻ സിംഗപ്പൂർ പഠിച്ച ഒരാളാണ്, എനിക്കറിയാം അവിടുത്തെ കാര്യം. അതായത് നമ്മുടെ നാട് പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കാണാതെ പഠിച്ച് എഴുതേണ്ട പരീക്ഷയല്ല ഇവിടെ ഉള്ളത്. പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ്, ബേസിക് കാര്യങ്ങളാണ്, ബേസിക്കുള്ള അറിവുണ്ടാവണം. ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്, അതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അസൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. പൊതുവെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിൽ അസൈൻമെൻറ്റ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കുട്ടികളും പുറമേ നിന്നാണ് ചെയ്യിക്കുന്നത്. അങ്ങനെയും ചെയ്തും കുട്ടികൾ പാസ്സാവുന്നുണ്ട്. പുള്ളിക്കാരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും എക്സാംസിന് അറ്റൻഡ് ചെയ്തില്ലേ പോലും എല്ലാവരും തന്നെ അസൈൻമെൻറ്റ്സ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ? വേറൊന്നുമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും കണ്ടും കൊടുത്തൊക്കെയാണ് അസൈൻമെൻറ്റ്സ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്ന് CTHനെ കുറിച്ചാണ്. CTHൽ നമ്മൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമ്മുടെ വാല്യുവേഷൻ, നമ്മളിവിടെ 6 മാസത്തെ കോഴ്സാണെന്ന് പറഞ്ഞു. ഈ 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വരുന്നത് UK നിന്നാണ്. UK ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഗുണത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റിന് പാത്വേ എന്ന് പറയുന്ന ഓപ്ഷൻ. പുള്ളിക്കാരത്ത് ഡിഗ്രി കഴിഞ്ഞതാണ്, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്കും ഒരു ക്വാളിഫിക്കേഷൻ വേറെ ഇല്ലാതെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ മാത്രം പാത്വേക്ക് എലിജിബിൾ ആണ്. ഇപ്പൊ തന്നെ നമ്മുടെ കോളേജ് ഓഫർ ചെയ്യുന്നുണ്ട് USA അതുപോലെ തന്നെ ഫ്രാൻസ്. അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണോ? ലാംഗ്വേജ് ഫ്ലുവൻസി. ഇപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ലാംഗ്വേജ് നല്ലപോലെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. USA എന്ന് പറയുന്ന ഒരു കൺട്രിയിലേക്കാണുള്ള എൻട്രിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിൽ 15 ലക്ഷം രൂപയും 18 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു സാധനം
ചെറിയൊരു പൈസയിൽ ഇവിടെ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, അത് ഞാൻ എടുത്ത് പറയുന്നു, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ വേറെ പേപ്പർ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഒരു 10th ബേസും അല്ലെങ്കിൽ ഒരു +2 ഡിഗ്രി ബേസും അതുപോലെ തന്നെ നിങ്ങളുടെ CTC സർട്ടിഫിക്കറ്റും പാസ്സാവാൻ സർട്ടിഫിക്കറ്റും ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ USA അതുപോലെ ഫ്രാൻസ് പോലുള്ള കൺട്രികളിൽ ഒരു പാത്വേ എടുത്ത് കയറാനോ ഇന്റേൺഷിപ്പിനോ എലിജിബിൾ ആണെന്നുള്ള കാര്യമാണ് പുള്ളിക്കാരത്തിൻ്റെ കൂടെ പറഞ്ഞത്. ഈ മൗറീഷ്യസ് എന്ന കൺട്രിയിൽ ഒരുപാട് കോഴ്സസ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സിംഗപ്പൂർ എന്ന് പറയുന്ന കൺട്രിയിൽ ഉണ്ടായിരുന്ന ഞാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ UK മറ്റ് കൺട്രികളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരുപാട് കോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. ആ ഒരു കൺട്രികൾക്ക് അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു രാജ്യത്തെക്കുറിച്ച് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിലും അല്ലെങ്കിൽ പലരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ലോജിസ്റ്റിക്സ് ഉണ്ടോ, അക്കൗണ്ടിങ് ഉണ്ടോ, ഫിനാൻസ് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ വന്നപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, നമ്മളോട് കോളേജ് ടൂർ ചെയ്യുന്ന പോകുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സസ് ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ ഇവിടെ നിലവിലുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതിന് പുറമെ UG PG വരുന്നുണ്ട്. പക്ഷേ UG PG കോഴ്സുകൾ ഈ പറയുന്ന രീതിയിലെല്ലാം തന്നെ ഉണ്ട്. ലോജിസ്റ്റിക്സും കാര്യങ്ങളൊന്നുമില്ല. UGയിലും PGയിലും ഏതൊക്കെ പ്രോഗ്രാംസാണ് വരുന്നത്, അതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ടോ? ഓക്കെ, അപ്പോൾ കോഴ്സുകളെ പറ്റി പറയുമ്പോൾ ഇവിടെ UG PG പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ UGയുടെ അണ്ടറിൽ BBA വരും, പിന്നെ PG കോഴ്സസിൻ്റെ ആകുമ്പോൾ മാസ്റ്റേഴ്സ്, MBA, MSc, പിന്നെ MSc, പിന്നെ IT കോഴ്സുകൾ, വേറെ കുറേ ഫീൽഡുകളുണ്ട്. സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അണ്ടറിൽ. ഒരുപാട് കോഴ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ UG PGയുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി ഒറ്റ ടൈമാണ് ഇൻടേക്ക് ഉള്ളൂ. അത് നെക്സ്റ്റ് സെപ്റ്റംബർ ആണ്. സോ നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് പൊതുവെ എല്ലാവരും എടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മൾ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ ഒരു $4000 നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം. ഓൾറെഡി പറഞ്ഞ് സംസാരിച്ച് തരാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം. ഈ ഒരു കോഴ്സിനാണ് മെയിനായിട്ട് ഈ ഒരു രാജ്യത്ത് ഓപ്പണിംഗ് ഉള്ളൂ. ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പല സെക്ഷനിലേക്ക്, ഇപ്പോൾ കൾണറി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഹൗസ് കീപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ലെവലിലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫൈലാണ് ഈ ഒരു കോഴ്സുകളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. കോഴ്സിന് ശേഷം മെയിനായിട്ട് എല്ലാവരോടും ഒരു കൺസേൺ എന്ന് പറയുന്നത് സ്റ്റേ ബാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ കൺട്രികളും കൊടുക്കുന്ന ഒന്നാണ് 1 year 2 year സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. പക്ഷേ ഈ ഒരു കൺട്രീനെ പറ്റി പറയുമ്പോൾ ഇവിടെ സ്റ്റേ ബാക്ക് അല്ല കൊടുക്കുന്നത്. നിങ്ങളൊരു 6 months കോഴ്സ് ആണെങ്കിൽ 6 months കോഴ്സിന് ശേഷം ഡയറക്റ്റ് ഇന്റേൺഷിപ്പിനാണ് വിടുന്നത്. ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിൽ അവിടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് പറയാൻ പറ്റത്തില്ല, കേപ്പബിലിറ്റി പോലെ ഇരിക്കും. കേപ്പബിലിറ്റി കഴിവുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. നമ്മുടെ ഇന്റേൺഷിപ്പ് നമ്മൾ പുറത്ത് പോയി ചെയ്യുന്ന സ്കീം പോലെ തന്നെയാണ് നിങ്ങൾ ഒരു കോഴ്സിന് ശേഷമുള്ള ഇന്റേൺഷിപ്പിൻ്റെ കാര്യവും. വേറൊരു കാര്യം കൂടെയുണ്ട്, ഇപ്പോൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലും നിങ്ങൾക്ക് മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കോളേജിന് നിങ്ങളുടെ വിസ എക്സ്റ്റൻഷൻ ചെയ്തു തരുന്നതാണ്. മറ്റൊന്നുമല്ല, 1 year കൂടി നിങ്ങളുടെ കോഴ്സ് സ്റ്റഡി വിസ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. പുള്ളിക്കാരത്ത് തന്നെ 1 year വിസയ്ക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 year വരെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻസ് ഒരുപാട് മൗറീഷ്യസ് ഗവൺമെൻറ് അല്ലെങ്കിൽ മൗറീഷ്യസിലുള്ള കുറച്ച് നല്ല കോളേജുകൾ കൊടുക്കുന്നത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന് പുറമെ കോഴ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല, ഞാൻ ഓൾറെഡി സംസാരിച്ച ഒന്നാണ് ബിസിനസ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സ്. പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ എവിടെയും പോകാൻ പറ്റുന്നില്ലാത്ത ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു ബേസിക് ക്വാളിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ കോഴ്സിന് ശേഷം ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, കോഴ്സിന് ശേഷം 1 year പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്റ്റൻഷൻ ടൈമിലോ അല്ലെങ്കിൽ വന്ന് എത്തിയ സ്റ്റുഡൻറ്റിനാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യം, അതായത് ഒരു ബിസിനസ് പർപ്പസ് നോക്കുന്നവർക്ക് നല്ല ആപ്റ്റായിട്ടുള്ളൊരു കൺട്രിയാണിത്. മറ്റൊന്നുമല്ല, ഇന്ത്യനെ സംബന്ധിച്ച് ഏകദേശം ഒരു 10 വർഷത്തിന് താഴെ നിൽക്കുന്ന ഒരു കൺട്രിയാണിത്. സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ റൂൾസും റെഗുലേഷനും വളരെ നിസ്സാരമാണ്, മറ്റ് കൺട്രികൾ പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളോ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബിസിനസ് ലെവല്, ഞാൻ വരിക പഠിക്കുക പണിയെടുക്കുക പോകുക എന്നുള്ള ആളുകളോ അല്ല പറയാനുള്ളത്, സ്വന്തമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള ഓപ്പണിംഗ് ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ശരിയാണോ? ഒത്തിരി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ ഇവിടെ ഒരു കോഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് പുള്ളിയുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിലവിൽ ബിസിനസ് റൺ ചെയ്യുകയാണ്, ഒരുപാട് കമ്പനികൾ ഫാമിലികൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് തന്നെയാണ് നിലവിലിവിടെ വരുന്ന ഓരോരുത്തരും പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡീസ് മാത്രമല്ല ഈ ഒരു കൺട്രി നിങ്ങൾക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത്, സ്റ്റഡീസിന് പുറമെ ടൂറിസം ആയിക്കോട്ടെ, ഇങ്ങനെ ഈ ഒരു ബിസിനസ് പർപ്പസും കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഓപ്പണിംഗ് വരാൻ പോകുന്നൊരു കൺട്രിയാണിത്. ഞാൻ നിലവിൽ ഈ പറയുന്ന വീഡിയോയിൽ ഇപ്പോൾ മൗറീഷ്യസിനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വിത്തിൻ 3 to 5 years ഈ ഒരു നാട്ടിൽ നടക്കാൻ, ഈ രാജ്യത്ത് നടക്കാൻ പോകുമ്പോൾ ഒരു ബൂമിംഗ് ഉണ്ട്. സോ ഓൾറെഡി UK എന്ന് പറയുന്ന വൻമരം നിലവിൽ ഇപ്പോൾ വീണിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ കയറി പറ്റിയത് കൊണ്ട് മാത്രമാണ്. സോ ഇവിടെ നിലവിൽ ആളുകളാരും കയറി പറ്റിയിട്ടില്ല. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈമാണ്, അധികം നാളൊന്നുമില്ല, 10 or 20
വർഷങ്ങളൊന്നും വന്നു ചേരാൻ പറ്റത്തില്ല. ഒരു 3 to 5 ഇയർ പുതിയ ഗവൺമെൻറ് ഇപ്പോൾ ഭരണം മാറി വന്നതാണ്. അത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നരേന്ദ്രമോദി ഏകദേശം $17 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത ഒരു രാജ്യമാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ബന്ധം ഈ രണ്ട് നമ്മുടെ ഇന്ത്യയും മൗറീഷ്യസ് തമ്മിലുണ്ട്. സോ ഇവിടെ ഒരുപാട് ബിസിനസ്സും പ്ലാൻസും ഓൾറെഡി നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൂമിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു കൺട്രിയിൽ ഓപ്പണിങ് ഒരുപാട് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ.